ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇടുക്കിയിലെ വാഗമൺ എന്ന സ്ഥലത്തിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രകൃതി രമണീയവും നല്ല ഭംഗിയുമുള്ള ഒരു സ്ഥലമാണ് വാഗമൺ എന്ന് പറയുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത അത്രയും പ്രകൃതി ഭംഗിയാണ്. തേയിലത്തോട്ടങ്ങളും കുന്നുകളും മലകളും എല്ലാം നിറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് വാഗമൺ. നമ്മൾ ബി സോഫ്റ്റിൻ്റെ ടൂറിസ്റ്റ് ബസ്സിലാണ് വാഗമണിലേക്ക് പോയത്. 2 ദിവസത്തെ യാത്രയായിരുന്നു. 2 ദിവസവും നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ബസ് തന്നെയാണ്. ബസ്സിനകത്ത് DJ പാർട്ടീസും ഹോട്ടലിലെ റൂം നമുക്ക് ഫാമിലി റൂമാണ്. ഒരു റൂമാണെങ്കിലും 2 പോർഷനായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമും പിന്നെ ഒരു സിംഗിൾ റൂം പോലെ ഒരു ഭാഗവും. നല്ല റൂമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ തന്നെ അവർ നമുക്ക് DJ ഏർപ്പാടാക്കി തരുന്നുണ്ട്. DJയും ക്യാമ്പ് ഫയറും ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമ്പ് ഫയർ പോയതിൻ്റെ അന്ന് മഴയായതുകൊണ്ട് ക്യാമ്പ് ഫയറിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. DJ പാട്ടിടാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പാട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നല്ല വൈബായിരുന്നു. നല്ല അടിപൊളിയായിട്ടാണ് ടൂർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം ഈ ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് ഫുഡ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഫുഡെല്ലാം കഴിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോവുകയാണ്. നമ്മൾ താമസിച്ച ഹോട്ടലിൽ തന്നെയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും. ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ. ഗ്രീൻ പാലസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നല്ല ഹോട്ടലായിരുന്നു. അവിടെ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പോയതിൻ്റെ അന്ന് വൈകുന്നേരം സ്വിമ്മിംഗ് പൂളും നമുക്ക് അവർ ഏർപ്പാടാക്കി തന്നിട്ടുണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ പോയ ശേഷം ഫ്രഷായതിനു ശേഷമാണ് നമ്മൾ DJക്ക് പങ്കെടുക്കാൻ പോയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം അഡ്വഞ്ചർ പാർക്കിലേക്ക് പോയി. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. എല്ലാവരും തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണിത്. സൈറ്റ് സീയിങ്ങിൻ്റെ ബിൽഡിംഗ് ആണ് ആ സൈഡിൽ കാണുന്നത്. ഇത് സിപ്പ് ലൈനാണ്. വൈഷ്ണവ് സിപ്പ് ലൈൻ കയറി അഡ്വഞ്ചർ പാർക്കിൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നതിന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറിൽ എപ്പോഴും നല്ല തിരക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അവിടെ പോകാൻ. ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുള്ള ടൈമാണ്. സിപ്പ് ലൈനിലെല്ലാം കയറുന്നതിന് 40 കിലോ വെയിറ്റിൽ കൂടുതലുള്ളവർക്കാണ് ഇതിലെല്ലാം ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി അവിടെ പ്രത്യേകം കിഡ്സ് പാർക്കുണ്ട്. അവിടെ ഇതുപോലെ കാറ് പിന്നെ അമ്പും വില്ലും അങ്ങനെയൊക്കെ ഉള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഏതിൽ കയറുന്നെങ്കിലും 100 രൂപയാണ് അവർ ഫീസ് ചാർജ് ചെയ്യുന്നത്. 5-6 റൗണ്ട് കാർ ഓടിക്കാൻ കൊടുത്തു. സ്വന്തമായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു ഗൈഡുണ്ട്. ആ ഗൈഡിൻ്റെ കയ്യിൽ റിമോട്ട് കൺട്രോളിൻ്റെ ഇതിലാണ് കാർ ഓടുന്നത്. മാധവന് അതിനോട് വലിയ വിഷമം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് കാർ ഓടിക്കാൻ പറ്റാത്തതിൻ്റെ. കുട്ടികളാകുമ്പോൾ തനിയെ ഓടിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. എല്ലാ വിഷമവും ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു. എന്നാലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെയാണ് അമ്പും വില്ലും ചെയ്യുന്നത്. ഒരാൾക്ക് 10 എണ്ണമാണ് കൊടുക്കുന്നത്. 100 രൂപയാണ് ചാർജ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പോയത് ഇടുക്കി വൈബ് എന്ന ഫോട്ടോ ഫ്രെയിം അവിടെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ അടുത്ത ആക്ടിവിറ്റി. സൈക്ലിങ്ങും
പിന്നെ ജെയിൻറ്റ് സ്വിങ് ഒക്കെ ഉണ്ട് അവിടെ. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മൊത്തം കറങ്ങിക്കാണണമെങ്കിൽ ഒരു ദിവസം എന്തായാലും കുറഞ്ഞത് വേണം. ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരാൾക്ക് 250 രൂപയാണ് ഈടാക്കുന്നത്. ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. അടുത്ത് നമ്മൾ ഇടുക്കി വൈബ് എന്ന് എഴുതിയ ഫോട്ടോ ഫ്രെയിമിൻ്റെ അടുത്തിട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോസ് എടുക്കാനൊക്കെ നോക്കുന്നതാണ്. ട്രക്കിങ്, ഓഫ് റോഡ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ മല കയറി കുറച്ച് മുകളിലെത്തുമ്പോഴേക്ക് താഴെ 4 അയൺ ബ്രിഡ്ജുണ്ട്. ഏറ്റവും വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അങ്ങനെ 4 എണ്ണം. ഇത് വാഗമണിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. ഇതാണ് അയൺ ബ്രിഡ്ജ്. അവിടെ ബോട്ടിങ്ങും ഉണ്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നദി കാണാം. അവിടെയാണ് ബോട്ടിംഗ് ഉള്ളത്. ഏറ്റവും വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ ചെറുത്, അങ്ങനെ 4 ബ്രിഡ്ജസാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ പോകുന്നത് കിഡ്സ് പാർക്കിലേക്കാണ്. കിഡ്സ് പാർക്കിലൊന്നും പിന്നെ കയറിയില്ല. നമുക്ക് അടുത്ത സ്ഥലത്ത് പോകണമെന്നുള്ളതുകൊണ്ട് അവിടെ നിന്നെല്ലാം പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. നമ്മളിനി അടുത്ത വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ നമുക്ക് ചുറ്റുമുള്ള ഏകദേശമുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഗ്ലാസ് ബീച്ച് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സൈക്ലിങ്, ജെയിൻ സ്വിങ് എല്ലാം അവിടെ നിന്ന് കാണാം. ഏറ്റവും മുകളിൽ കയറിയ താഴോട്ട് നോക്കുമ്പോൾ അഗാധമായ കൊക്കയാണ്. കോടമഞ്ഞ് നിറഞ്ഞു കിടക്കുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കീഴ്ക്കം തൂക്കമായിട്ടുള്ള കൊക്കയാണല്ല. വാഗമണിലെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. കോട കാണിച്ചു തരാൻ വേണ്ടി പറയുകയാണ്. ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത്. കോട കയറി കയറി വരികയാണ്. നമുക്ക് താഴെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. അവിടെ തന്നെ നമുക്ക് പാരാഗ്ലൈഡിങ്ങും ഉണ്ട്. പാരാഗ്ലൈഡിങ്ങിന് 3500 രൂപയാണെന്നാണ് തോന്നുന്നത്. നമ്മളതിലൊന്നും കയറിയില്ല. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ. നമ്മൾ വന്ന വഴിയാണത്. പാരാഗ്ലൈഡിംഗ് ആണ്.
ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ഇതെല്ലാം ക്ലോസ് ആക്കും. നമ്മൾ അവിടെ നിന്നും നേരെ പോയത് മെഡോസിലാണ്. മെഡോസിൽ പോകുമ്പോൾ പട്ടം പറത്തലാണ് അവിടുത്തെ മെയിൻ. അപ്പോൾ നമ്മൾ മെഡോസിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പട്ടവും മാറ്റിക്കൊണ്ടാണ് കയറുന്നത്. നല്ല കാറ്റാണ് അവിടെ. പട്ടം പറത്താൻ അനുയോജ്യമായിട്ടുള്ള കാറ്റാണ്. പട്ടത്തിന് ഏകദേശം നല്ല റേറ്റ് അവർ ഈടാക്കുന്നുണ്ട്. ഒരു പട്ടത്തിന് 200 രൂപയോളം കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇതാണ് മെഡോസിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ച. നമ്മൾ അവിടെ നിന്ന് നേരെ വീണ്ടും അമോക്കി റെസ്റ്റോറൻറ്റിൽ വന്നു. ഫുഡെല്ലാം കഴിച്ച ശേഷം നമ്മൾ നേരെ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. നമ്മൾ എൻട്രി ആവുന്ന സമയത്ത് തന്നെ അവിടെ നമുക്ക് അവർ ഫോട്ടോസൊക്കെ എടുത്ത് തരും. അപ്പോൾ തന്നെ ഫോട്ടോസ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ പൈൻ ഫോറസ്റ്റിനകത്ത് കയറി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അതിമനോഹരമായ വഴികളിലൂടെയാണ്. തേയിലത്തോട്ടങ്ങളും കുന്നുകളും മലകളും എല്ലാം കടന്ന് നേരെ പോകുന്നത് പരുന്തുംപാറ എന്ന സ്ഥലത്താണ്. പരുന്തുംപാറ പോകുന്നവരും രാവിലെ തന്നെ എത്തിപ്പെടാൻ ശ്രമിക്കുക. അവിടെ സൈറ്റ് സീയിങ്ങിനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു 4 മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ അവിടെ കോട കയറും. ഒരു മഴ സീസണൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, പെട്ടെന്ന് തന്നെ കോട കയറി ഇടിയും മിന്നലൊക്കെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകാൻ ശ്രമിക്കണം. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിരുന്നു. കോട കൊണ്ട് നിറഞ്ഞിരുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ സൈറ്റ് സീയിങ്ങിനൊന്നും പറ്റിയില്ല. കൂടുതൽ അകത്തോട്ടൊന്നും കയറി കാണാൻ പറ്റിയില്ല. നമ്മളവിടെയുള്ള കുറച്ച് സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. ഇരുന്ന് പട്ടവും പറത്തി കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. നമ്മൾ ടൂർ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ വിസോഫ്റ്റിൻ്റെ ബസ്സാണ് സെലക്ട് ചെയ്തത്. അവർ നമുക്ക് അധിക ചാർജ് ഈടാക്കാതെ നല്ലൊരു ടൂറാണ് കണ്ടക്ട് ചെയ്ത് തന്നത്. അവരുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫേമസ് ആയിട്ടുള്ള പരുന്തുംപാറ എന്നുള്ള ഒരു സ്ഥലത്താണ്. പരുന്തുംപാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെ പരുന്തുകൾ മാത്രമുള്ള പാറയല്ല, വളരെ മനോഹരമായിട്ടുള്ള
ഒരു സ്ഥലമാണിത്. ഇപ്പൊ ഈ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന പരുന്തിനെ നമുക്ക് കാണാൻ പറ്റുന്ന കാക്കയെ, പരുന്ത് പോട്ടെ, കാക്കയെ പോലെ കാണാൻ പറ്റുന്ന ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പാണിത്. എൻ്റെ ചാനൽ തന്നെ റാനു എന്ന ഒരു സോങ് 100K കഴിഞ്ഞു, 120 ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും 1000 നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല. താങ്ക്സ്. എന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും 1000 താങ്ക്സ്.